ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് നമുക്ക് ഇന്ന് മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യാനുള്ളത്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പവർ ക്യാപ്സ്യൂൾ, നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് അവിടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിറ്റാമിൻസിന്റെ മോക്ക് ടെസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യും. അതാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഇനി നിങ്ങളെ എങ്ങനെയൊക്കെ കുഴപ്പിക്കാൻ സാധ്യത ഉണ്ട്, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കണ്ടാൽ എങ്ങനെയൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കണം, എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ക്ലാസ് കണ്ടു തീർക്കുക. പവർ ക്യാപ്സ്യൂൾ ക്ലാസ് കണ്ട ശേഷം മാത്രം, അതായത് ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ എടുത്ത ക്ലാസ് കണ്ട ശേഷം മാത്രം നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ അധികം ഒന്നും പറയാം, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ മോക്ക് ടെസ്റ്റ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മോക്ക് ടെസ്റ്റ് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നോക്കി അതിന്റെ ഉത്തരങ്ങൾ നോക്കി അതിനുശേഷം നമുക്ക് റിവിഷനിലേക്ക് വരാം. ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? എപ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ശ്രദ്ധിച്ചൊന്ന് ഓപ്ഷൻസ് വായിക്ക്. 1946 ഡിസംബർ 6, 47 ഡിസംബർ 9, 46 ജനുവരി 1, 46 ഡിസംബർ 9. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് 1946 ഡിസംബർ 9. എത്ര ആളുകൾക്ക് ഉത്തരം കിട്ടി? 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഇവിടെ നമുക്ക് കുഴപ്പിക്കാനുള്ളതുണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷൻസ് വായിച്ചു പോവാം. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നും റിവിഷനിലൂടെ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞുതരാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അവിടെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അല്ലെ. താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, പിന്നെ BR അംബേദ്കർ അല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പിന്നെ ഡൗട്ട് വരിക. എന്താണ് രാജേന്ദ്ര പ്രസാദ്? എന്താണ്? ആദ്യ സ്ഥിര അധ്യക്ഷനാണ്. അങ്ങനെ ചോദ്യം വന്നാലാണ് നമുക്ക് രാജേന്ദ്ര പ്രസാദ് ഉത്തരം വരിക. അധികവും ഈ ചോദ്യമാണ് വരാറുള്ളത്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഞാൻ ആ കഥയൊക്കെ ഒരു പോയിന്റ് സഹിതം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ധ്യവയോധികൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഇനി എങ്ങനെ കണക്ട് ചെയ്യണം നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകട്ടോ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ശരിയായതാണോ തെറ്റായതാണോ തിരഞ്ഞെടുക്കേണ്ടത് നോക്കണം. അതായത് തെറ്റായത് നമ്മൾ കണ്ടുപിടിച്ചു വരുമ്പോൾ ഓപ്ഷനിൽ തെറ്റായത് കിടക്കുന്നുണ്ടാവും നേരെ. അപ്പൊ നമ്മൾ പോയിട്ട് കറുപ്പിക്കും. പക്ഷെ ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം. 1946 ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1946 ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പൊ അത് തെറ്റിയിട്ടുണ്ട്. 1946 ഡിസംബർ 11 താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായത് അതെന്താണ്? അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്ന് എന്താണ്? ഒന്ന് തെറ്റാണെന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് ഇതൊക്കെ പോകും, ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, പിന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 209. ആദ്യ സമ്മേളനത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? 209 ആണോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ കൺഫ്യൂഷൻ വരും, എങ്ങനെ നിങ്ങളെ കുഴപ്പിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 207 ആളുകളാണ് പങ്കെടുത്തത്. 207 ആളുകളാണ് അല്ലെ. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. 207 ആളുകളാണ് പങ്കെടുത്തത്. അപ്പൊ 2 + 7 9. ഡിസംബർ 9 സമ്മേളനം നടന്നത്. ഡിസംബർ 9. അപ്പൊ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമേ. ഡിസംബർ 9 സമ്മേളനം. അപ്പൊ 2 + 7 എത്രയാണ്? 9 അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ 207 അംഗങ്ങളാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും തെറ്റാണ്. ശരി ഏതാണ്? ശരി 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പലർക്കും കിട്ടിയിട്ടുണ്ടാവും, പലർക്കും കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റിച്ചിട്ടുണ്ടാവും.
അപ്പൊ ശ്രദ്ധിച്ച് വായിക്കാം. നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിയട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ആരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ആരാണ്? JB കൃപലാനി. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം, ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389 അംഗങ്ങളാണ്. കിട്ടിയോ? ആകെ എത്രയാണ്? 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് അല്ലെ? 389. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടല്ലോ, അതായത് ഓപ്ഷൻ ഒന്നും വേണ്ടി വരില്ലല്ലോ. 389 ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഓരോ വേറെ അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വരാം. ഓക്കെ, ഉത്തരം കിട്ടാത്തവരാണ് ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട, നമ്മളിത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ശരിയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് നമ്മൾ തെറ്റിക്കില്ല. അപ്പോൾ മോക്ക് ടെസ്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ച് പെർഫെക്റ്റ് ആക്കി സെറ്റ് ആക്കിയിട്ട് പോകും കേട്ടോ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം 17. എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 17 ആണോ? പലർക്കും അത് കൺഫ്യൂഷൻ വരും. വനിതകൾ എന്ന് മാത്രം തന്നാലേ ഉള്ളൂ 17 വരിക. വനിതകളുടെ എണ്ണം 17 ആണ്. മലയാളി വനിതകളുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. മലയാളി വനിതകൾ എത്രയല്ല? 17 അല്ല. എത്ര മലയാളി വനിതകളാണുള്ളത്? 3 എണ്ണാണ് അല്ലെ? 3 മലയാളി വനിതകളാണ്. വിഭജനത്തിന് ശേഷം 15 വനിതകൾ. അതെന്താണ്? വിഭജനത്തിന് ശേഷം 15 വനിതകൾ എന്ന് മാത്രമാണ് കൊടുത്തുള്ളത്. അത് ശരിയാണ്. വിഭജനത്തിന് ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ഇവിടെ വരെ വായിച്ച് ആനി എന്ന് കാണുമ്പോൾ തന്നെ പോയിട്ട് ആൻസർ ചെയ്യും. ആൻസർ ചെയ്യരുത്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ കുഴപ്പിക്കും? ആനി മസ്ക്രീൻ ആണ് അല്ലെ? ആനി മസ്ക്രീൻ ആണ് മലയാളി വനിത. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ആനി ബസന്റ് ആണ്. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഓക്കെ, ആനി ബസന്റ് അല്ല, ആനി മസ്ക്രീൻ ആണ്. ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ചോദ്യം വരും? താഴെ തന്നിരിക്കുന്നതിൽ മലയാളി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ പെടാത്തത് ആര്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി ബസന്റും കൊടുത്തിട്ടുണ്ടാവും, ആനി മസ്ക്രീനും കൊടുത്തിട്ടുണ്ടാവും. ആനി ബസന്റ് പെടില്ല. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റും ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെ മാത്രമാണ് ശരി. 2 മാത്രം ശരി. അപ്പൊ അതും കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വരാജ് പാർട്ടി, ആം ആദ്മി പാർട്ടി. ഏതാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സോറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. പലർക്കും ഡൗട്ട് വരും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ എന്ന് ഡൗട്ട് വരും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ 1937 ഫൈസാപൂർ സമ്മേളനം, ആദ്യ ഗ്രാമ സമ്മേളനം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ്, തെറ്റിക്കരുത് കേട്ടോ. സ്വരാജ് പാർട്ടിയാണ്. INC അല്ല ആദ്യം ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടിയാണ്. അവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ അതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എന്നാണ്? ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ഇതിൽ നോക്ക്, 1947 നവംബർ 17, 1949 നവംബർ 26, 1950 ജനുവരി 26, 1950 ജനുവരി 24. ഇതിൽ ഉത്തരം കിട്ടിയോ? ഏതാണ് ഇതിൽ ഉത്തരം? 1947 നവംബർ 17 1947 നവംബർ 17 എന്ത്? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്. എപ്പോഴാണ്? 1947 നവംബർ 17. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അടുത്ത് നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് MN റോയ്, BN റാവു, JB കൃപലാനി, GV മാവലങ്കാർ. ആരാണ് നിയമോപദേഷ്ടാവായി തിരഞ്ഞെടുത്തത്? ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? BN റാവു. BN റാവു ആണ്. ആരാണ്? BN റാവു. ഇദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത്രയും ചോദ്യങ്ങൾ കിട്ടിയോ? ഓക്കെ, അത്യാവശ്യം മാർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും അവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്ക്, എന്താണ്? 1946 ഡിസംബർ 6 ഈ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. പക്ഷേ അന്നൊരു സമ്മേളനം നടന്നിട്ടില്ല.
ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഡിസംബർ 9-നാണ്. ഇനി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇവിടെ ഡിസംബർ 9 ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഈ രണ്ട് ഓപ്ഷൻ, ആദ്യത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ത്വര വരും പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ളത്. ഒന്നല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കൊണ്ടുപോയി തെറ്റിക്കും. ഡിസംബർ 6, ഓക്കെ, ഡിസംബർ 6. ഒന്നാമത് ഈ 9 ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 6 എന്നുള്ളതാണ് അല്ലേ, 9 തിരിച്ചിട്ട് 6 എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ആൻസർ പോകും. 9ഉം 6ഉം തമ്മിൽ ഇങ്ങനെ മനസ്സിലൊരു കണക്ഷൻ വന്നിട്ടൊക്കെ ആൻസർ പോകും. പിന്നെ 1946 ഡിസംബർ 6-ന് പലർക്കും അറിയാം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതാണെന്ന്. ചിലർ വിചാരിക്കും അന്ന് തന്നെയാണ് ആദ്യ സമ്മേളനം നടന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. അത് എപ്പോഴാണ്? 1946 ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്ക്, 47 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ വർഷം തെറ്റിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ സാധനം മാറ്റിയിട്ടാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. അപ്പൊ ഓരോ ഓപ്ഷനും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏതൊരു ചോദ്യത്തിലും 4 ഓപ്ഷനും വ്യക്തമായിട്ട് തന്നെ വായിച്ചിട്ടുണ്ടാവണം. ആദ്യത്തെ 2 ഓപ്ഷനോ 3 ഓപ്ഷനോ കാണുമ്പോഴൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നും. അങ്ങനെ പോയി ആൻസർ ചെയ്യരുത്, ഉറപ്പായിട്ട് നിങ്ങളുടെ തെറ്റും. ഓക്കെ, ആദ്യം കണ്ടത് കാരണം അങ്ങനത്തെയാണ് നമുക്ക് ഓപ്ഷൻസ് തരിക. നിങ്ങൾക്ക് ആൻസർ ആണെന്ന് തോന്നിപ്പോകുന്ന ഓപ്ഷൻസ് ആണ് ആദ്യം കൊണ്ടുപോയിടുക. അതിനർത്ഥം ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് എപ്പോഴും എന്നല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. 1946 ഡിസംബർ 6-ന് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായി അല്ലെ. ഡിസംബർ 6-നാണ് രൂപീകൃതമായത്. ഡിസംബർ 9, 1946 ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഞാൻ പറഞ്ഞു ആദ്യം, അതായത് ഡിസംബർ 6-ന് ഇത് രൂപീകൃതമായിട്ട് പെട്ടെന്ന് ഒരു സമ്മേളനം നടക്കുകയാണ്. ഡിസംബർ 9-ന് പെട്ടെന്ന് ഒത്തുകൂടിയതാണ്. അപ്പൊ അവർക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ആരായിരിക്കും അധ്യക്ഷൻ എന്നത് അവർ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പെട്ടെന്നൊരു സഭ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്നൊരു പരിപാടി നടത്തുമ്പോൾ അവിടെ അധ്യക്ഷനാക്കിയിട്ട് ആരെയാണ് അതിൽ ഇരുത്തുക? അവിടെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി ആരാണോ അവരെയാണ് ഇരുത്തുക. അവിടെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി, അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വന്ധ്യവയോധികൻ അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് താൽക്കാലിക അധ്യക്ഷൻ, സ്ഥിരമായിട്ട് ഉറപ്പിച്ചിട്ടില്ല, തൽക്കാലം ഇദ്ദേഹം അധ്യക്ഷനാവട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുക്കുകയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുകയാണ്. ഇനി എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ അത് 207 ആളുകളാണ് പങ്കെടുത്തത്. ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം. അപ്പൊ 9 വെച്ച് കണക്ട് ചെയ്യുക, 2 + 7 9. ഓക്കെ, 209 തരും, അത് കുഴപ്പിക്കാനാണ്. 209 അല്ല, 207 ആളുകളാണ് പങ്കെടുത്തത്. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ പഠിച്ചു വെക്കണം. ഇങ്ങനെ തന്നെയാണ് ചോദ്യം വരിക. താൽക്കാലിക അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം വരിക. സ്ഥിര അധ്യക്ഷൻ എന്നൊരു ചോദ്യം അവിടെ തന്ന ആൻസർ ചെയ്തോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. ഡിസംബർ 11-ന് എന്തുണ്ടായി? ഡിസംബർ 11-നാണ് താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായത് അല്ലെ. താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായത്. ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാണ്ട്. സ്ഥിര അധ്യക്ഷൻ ഡിസംബർ 11-ന് താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹ മാറി സ്ഥിര അധ്യക്ഷനായിട്ട് ആര് ചുമതലയേൽക്കുകയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. JB കൃപലാനി ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ സ്ഥിര അധ്യക്ഷനാണ്. സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഡിസംബർ 11-നാണ് താൽക്കാലിക അധ്യക്ഷൻ മാറിയിട്ട് ആര് സ്ഥിര അധ്യക്ഷനായത്. ഇതില് ഡിസംബർ 13 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഡിസംബർ 13 എന്താണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് നമുക്ക് കൂടുതലും ചോദ്യം വരും ആമുഖം എന്ന ഭാഗത്തു നിന്നും ചോദ്യം വരും. അപ്പൊ ആമുഖത്തിന്റെ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡിസംബർ 13 പഠിച്ചു വെക്കുക. ഇതാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13-നാണ്. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും പ്രായം ചെന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷൻ ആരാവുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാണ് ഏറ്റവും പരിചയ സമ്പത്തുള്ളത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹം ആവട്ടെ എന്ന് പറയണം. അങ്ങനെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും വന്ധ്യവയോധികൻ, നിർമ്മാണ സഭയിലെ വന്ധ്യവയോധികൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. 1946
ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. 1946 ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡിസംബർ 9 എന്ന് പറഞ്ഞ തീയതി നോക്ക്. ഡിസംബർ 9 എന്താണ്? ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നതാണ്. നമ്മൾ പറഞ്ഞു ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് താൽക്കാലിക അധ്യക്ഷനാണ്. ഈ രാജേന്ദ്ര പ്രസാദ് എന്ന വ്യക്തി എന്താണ്? സ്ഥിര അധ്യക്ഷനാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനാണ്. അപ്പൊ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റല്ലേ? അല്ലേ? അപ്പൊ അവിടെ കിട്ടും അത് തെറ്റാണ്. 1946 ഡിസംബർ 11 സ്ഥിര അധ്യക്ഷൻ വന്നത് അല്ലേ? ആദ്യ താൽക്കാലിക അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വായിക്കാനുള്ള ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായത്. ഈ സ്ഥിര അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ അവിടെ ആരില്ല? രാജേന്ദ്ര പ്രസാദ് ഇല്ല. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 209. ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് തെറ്റിക്കും എന്നത് ഇങ്ങനെ പഠിച്ചു വെക്കുക. 209 നിങ്ങളെ തെറ്റിക്കാൻ തരുന്നതാണെന്ന് പഠിച്ചു വെക്കുക. 207 അംഗങ്ങളാണ്. 207 അംഗങ്ങളാണ്. 209 നിങ്ങളെ തെറ്റിക്കാൻ തരുന്നതാണ്. ഓക്കെ, 209 തെറ്റിക്കാനാണ്. 207 അംഗങ്ങളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 9 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതും പഠിച്ചു വെച്ചോ. ഓക്കെ, 9-ാം തീയതിയാണ് നടന്നത്. 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, അടുത്തത് നോക്കാം. നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ JB കൃപലാനി. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. JB കൃപലാനിയാണ് ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാവും, സച്ചിദാനന്ദ സിൻഹ ഉണ്ടാവും. കുഴപ്പിക്കാനുള്ള ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. BR അംബേദ്കർ വന്നാൽ ചിലപ്പോൾ അവിടേക്ക് ഒന്ന് പോകും. ഓക്കെ, അവിടെ പോകണ്ട, അവിടെ ആവശ്യമല്ല. അവിടെ ആവശ്യമല്ല. ഓക്കെ, പിന്നെ വരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, അധ്യക്ഷനായ ഒരു വ്യക്തിയല്ല ആദ്യം കയറി സംസാരിക്കേണ്ടത് നോക്കാൻ ആലോചിക്കരുത്. ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയാണ്, അധ്യക്ഷനല്ല. ഓക്കെ, അപ്പൊ ആദ്യം അഭിസംബോധന ചെയ്തത് JB കൃപലാനി. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. ആകെ 389. പിന്നെ ഈ 299 എന്താണ്? 299 വിഭജനത്തിന് ശേഷം. ഈ എണ്ണം ഒന്ന് പഠിച്ചു വെക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. 270 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റി പഠിക്കണം. ഓക്കെ, അതായത് 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. ആകെ 389 അംഗങ്ങൾ. അത് പിന്നീട് എത്ര ആയിട്ട് കുറഞ്ഞു? 299 അംഗങ്ങളായി. എന്താ? വിഭജനത്തിന് ശേഷം ഒരുപാട് പേര് അങ്ങോട്ട് പോയി. അത് നമുക്കറിയാം. ഒരുപാട് പേര് പോയപ്പോൾ എന്തായി? വിഭജനത്തിന് ശേഷം കുറച്ച് ആളുകൾ, ബാക്കി 299 ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, 299 ആളുകൾ. പിന്നെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ആണ് ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോൾട്ട് ആയിട്ട് 270 എന്ന് പഠിച്ചത്. 270 അല്ല, 229 ആണ്. 229. ഇനി ഈ കണക്ക് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചു 389 അംഗങ്ങൾ ഉണ്ടായിരുന്നത് 299 മാറി. ഓക്കെ, 299 ആകെ അംഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കോ, അതായത് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്രയാണ്? ഇവിടെ 93 ഉണ്ടായിരുന്നത്. അത് എത്രയായി കുറഞ്ഞു? 70 കുറഞ്ഞു. ഓക്കെ, 70 കുറഞ്ഞു. ഈ 229 70 എത്രയാണ്? 229 പ്ലസ് 70 എത്രയാണ്? 299. അങ്ങനെയല്ലേ ആൻസർ വരിക. അപ്പൊ 270 70 നമുക്ക് വരില്ല. 270 70 പറഞ്ഞാൽ 340 എത്തി. 340 ഇല്ലല്ലോ. ടോട്ടൽ അംഗങ്ങൾ എത്ര? ആകെ അംഗങ്ങൾ 299 ഉള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ വരരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ 229 അംഗങ്ങളാണ്. 229 എത്രയാണ്? 229. പിന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70. പിന്നെ നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? വനിതകൾ എത്ര ഉണ്ടായിരുന്നു? 17 വനിതകൾ ഉണ്ടായിരുന്നു അല്ലെ? 17 വനിതകൾ ഉണ്ടായിരുന്നത് എത്രയായി? 15 ഓക്കെ, 2 വനിതകൾ പോയി. മലയാളികൾ എത്ര ഉണ്ടായിരുന്നു? 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും എത്ര ഉണ്ട്? 17 മലയാളികൾ ഉണ്ടായിരുന്നു. അതായത് വിഭജനത്തിന് ശേഷവും 17 മലയാളികൾ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, മലയാളി വനിതകളുടെ എണ്ണമാണ് 3. ഇനി എണ്ണം ഒന്ന് കൺഫേം ആക്ക്. 389 അംഗങ്ങൾ, ആകെ 389 ആൾക്കാരുണ്ടായിരുന്നത് 299 ആയിട്ട് കുറഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് കുറഞ്ഞത്? നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ഉണ്ടായിരുന്നത് 229 ഓക്കെ. പിന്നെ 93 ഉണ്ടായിരുന്നത് നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ഉണ്ടായിരുന്നത് 70 പിന്നെ 17 വനിതകൾ ഉണ്ടായിരുന്നത് 15 ഓക്കെ. 17 വനിതകൾ 17 ഉണ്ടായിരുന്നത് 15 ഈ 2 എണ്ണം കൂട്ടിയാലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഈ 2 എണ്ണം കൂട്ടിയാലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് 299. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടുമല്ലോ. ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ. അപ്പൊ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389 അംഗങ്ങള് വിഭജനത്തിന് ശേഷം 299 പിന്നെ
നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണെങ്കിൽ 93 70 കുറഞ്ഞു. പിന്നെ 296 അംഗങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുണ്ടായിരുന്നത് അല്ലെ. അവിടെ നിന്നും അത് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 229. 296 ഉണ്ടായിരുന്നത് 229, 93 ഉണ്ടായിരുന്നത് 70, 17 വനിതകൾ ഉണ്ടായിരുന്നത് 15 വനിതകളായി, 17 മലയാളികൾ ഉണ്ടായിരുന്നത് 17 മലയാളികൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ മലയാളി വനിതകൾ എത്രയാണ്? 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നത്. അതെന്താണ് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ഫാക്ട് ആയിട്ട് വരും. അതായത് 17 വനിതകൾ 17 മലയാളി വനിതകൾ തന്നാൽ അത് തെറ്റാണ്. വനിതകൾ 17 ഉണ്ടായിരുന്നത്, മലയാളി വനിതകൾ 3 ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ എണ്ണം എപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. 296 എന്താണ്? 296 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും വിഭജനത്തിന് മുമ്പാണ് 296. അത് വിഭജനത്തിന് ശേഷം 229 എത്രയാണ്? 229 ആയി. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എണ്ണം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 3 മലയാളി വനിതകൾ. 3 മലയാളി വനിതകൾ. എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 17 മലയാളികൾ. 3 മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 17. അത് തെറ്റാണ് അല്ലെ. എത്രയാണ്? 3 ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ, 3. വിഭജനത്തിന് ശേഷം 15 വനിതകൾ അല്ലെ. 2 വനിതകൾ പോയി എന്ന് നമ്മൾ പറഞ്ഞു. 15 വനിതകൾ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി ബസന്റ്. ആണോ? ആനി ബസന്റ് ആണോ? അല്ല, ആനി മസ്ക്രീൻ ആണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, അടുത്തത്, ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സ്വരാജ് പാർട്ടി, സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. INC അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ചോദ്യം വരാറുണ്ട്. 1922 ഗയാ സമ്മേളനം. ഗയാ സമ്മേളനത്തിലാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം 22 23 ജനുവരി 1 23 ജനുവരി 1 എന്ത്? സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. സ്വരാജ് പാർട്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, സ്വരാജ് പാർട്ടി അറിഞ്ഞു വെക്കണം. അപ്പൊ അടുത്ത് നോക്കാം. ഇതിന്റെ സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് CR ദാസ് ആണ് അല്ലെ. പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു. പ്രസിഡന്റ് ആരാണ്? CR ദാസ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഒരു വട്ടം കൂടെ പറയാം. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? CR ദാസ്. ആരാണ്? CR ദാസും സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു. ഓക്കെ, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച പാർട്ടി. ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? MN റോയ് ആണ് അല്ലെ. MN റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി. ആരാണ്? MN റോയ്. MN റോയ് നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ചതാണ്. ഈ MN എന്നത് എന്താണ്? മനം നൊന്ത്. മനം നൊന്ത് റോയ് പറയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം അല്ലെ. മനം നൊന്ത്. കാരണം മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഭരണഘടന ഉണ്ട്, എന്റെ രാജ്യത്തിന് മാത്രം ഭരണഘടന അല്ല. അപ്പൊ മനം നൊന്ത് റോയ് പറയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന് പറഞ്ഞ് മനം നൊന്ത് റോയ് പറയാണ്. അതാണ് MN റോയ്. ഭരണഘടനക്ക് ഒരു ആമുഖം വേണമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ BN റാവു. BN റാവു അല്ലെ. നിയമോപദേഷ്ടാവ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നിയമോപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് BN റാവു ആണ്. BN റാവു. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ സ്വരാജ് പാർട്ടി പഠിച്ചു വെക്കുക. സ്വരാജ് പാർട്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എപ്പോഴാണ്? ഇതിലുള്ള ഡേറ്റുകളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള സാധനങ്ങളാണ്. 1947 നവംബർ 17 നിയമനിർമ്മാണ സഭയായി മാറിയത്. ഇത് പഠിച്ചു വെച്ചോ. ബാക്കിയൊക്കെ എന്താണ്? 1949 നവംബർ 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. 1949 നവംബർ 1949 നവംബർ 26. 1949 നവംബർ 26 അംഗീകരിച്ചത്. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു ഡേറ്റ് ആണ്. നമ്മുടെ ആമുഖത്തിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ പവർ ക്യാപ്സ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. ഇതെന്താണ്? ഭരണഘടന അംഗീകരിച്ച ദിവസം. ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. അതെന്താണ്? ഭരണഘടന നിലവിൽ വന്ന ദിവസം. അപ്പൊ ഭരണഘടന അംഗീകരിച്ച് ആദ്യം എന്ത് ചെയ്യണം? അംഗീകരിക്കണം, പിന്നീട് നിലവിൽ വരുള്ളൂ. അപ്പൊ നവംബർ 26
1949 നവംബർ 26 അംഗീകരിച്ച് 1950 ജനുവരി 26 നിലവിൽ വരികയാണ്. ഓക്കെ, ഇനി എല്ലാവരും ഒപ്പുവെച്ചത് ഓക്കെ സഭയിലെ, അതായത് സഭയുടെ അവസാന സമ്മേളനം നടന്നത് എപ്പോഴാന്നൊക്കെ ചോദിച്ചാൽ 1950 ജനുവരി 24 അല്ലെ. എല്ലാവരും ഒപ്പുവെച്ചത് എപ്പോഴാന്നൊക്കെ ചോദിക്കാറുണ്ട്. എപ്പോഴാണ്? 1950 ജനുവരി 24. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1950 ജനുവരി 24. ഈ ജനുവരി 24 വേറെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മുടെ ദേശീയ ഗാനവും ഗീതവും ഒക്കെ അംഗീകരിച്ചത് ജനുവരി 24 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ചത്. 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭാർഗവ. ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത്. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് രണ്ടും അംഗീകരിച്ചത് 1950 ജനുവരി 24 പക്ഷെ ഇത് രണ്ടും ആലപിച്ചത് പഠിക്കാണ്ട് 1896 നമ്മുടെ ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത്. ഇത് ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പക്ഷെ ആദ്യം ആലപിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ ദേശീയ ഗീതം അത് 1911. ഇത് രണ്ടും കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. 1896 1911 ഈ രണ്ട് സമ്മേളനങ്ങളും കൊൽക്കത്ത സമ്മേളനങ്ങളാണ് അല്ലെ. ഈ രണ്ട് കൊൽക്കത്ത സമ്മേളനത്തിൽ ഇതില് ഗീതം ഗീതം ആദ്യമായി ആലപിച്ചു, ഇതില് ഗാനം ആദ്യമായി ആലപിച്ചു. ഓക്കെ, ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. സരളാദേവി. ഓക്കെ, ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. ദേശീയ മുദ്ര അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 26. ഓക്കെ, ദേശീയ മുദ്ര എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? സാരാനാഥിലെ ദീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായി തെരഞ്ഞെടുത്തത് BN റാവു ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. BN റാവു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയായിട്ട് ഏകദേശം ഇമ്പോർട്ടന്റ് ആയതൊക്കെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഫുൾ ക്ലാസ്, അതായത് നേരെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. പവർ ക്യാപ്സ്യൂളിൽ 2ാമത്തെ ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, 2ാമത്തെ ക്ലാസ്സിലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കുക. അതായത് ഭരണഘടന എന്ന ഭാഗത്തു നിന്നും എന്തായാലും 1 മാർക്കിനുള്ള ഒരു ചോദ്യം ഈ നിയമനിർമ്മാണ സഭയിൽ നിന്നും എന്തായാലും വരും. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും എന്തായാലും വരും. അതെന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എപ്പോഴാണ്? 1947 നവംബർ 17 ആ ഡേറ്റ് എന്തായാലും പഠിച്ചു വെക്കണം. ഓരോ ഡേറ്റ്സും ഇപ്പൊ പറഞ്ഞു തന്ന ഓരോ ഡേറ്റുകളും ഓരോ എണ്ണങ്ങളും ഓരോ നമ്പറുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നന്നായി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ മലയാളി വനിതകൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ ആണ്, ആനി ബസന്റ് അല്ല. എങ്ങനെ കൺഫ്യൂഷൻ വരണമെന്നും പഠിച്ചു പോകണം. അതാകുമ്പോൾ കൺഫ്യൂഷൻ വരുമ്പോൾ ഇതെന്നെ കൺഫ്യൂഷൻ ആക്കാനുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 207 അംഗങ്ങളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്, 209 അല്ല. ഡിസംബർ 6 രൂപീകൃതമായതാണ്. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ ഡിസംബർ 6 ആദ്യ സമ്മേളനം നടന്നു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ്. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആയാലോ? മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും മോക്ക് ടെസ്റ്റുകൾ വരും. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. പവർ ക്യാപ്സ്യൂൾ മിസ്സാക്കരുത്. അതിൽ നിന്നും പഠിച്ച ശേഷം മാത്രം, എപ്പോഴും ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് അറിയാം, ചോദ്യം വന്നാലും ഞാൻ ആൻസർ ചെയ്യും, ഇവിടെ നിന്നുള്ള മാർക്ക് എനിക്ക് ഉറപ്പാണ്, ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ എനിക്ക് മാർക്ക് ഷുവറാണ്. ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ ഓരോ ഭാഗവും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഏതെങ്കിലും കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നന്നായി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, അത് കഴിഞ്ഞിട്ടുള്ള റിവിഷൻ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.